മൂന്നാമത്തെ തരം ഗവേഷണമാണ് ആക്ഷൻ റിസർച്ച് അഥവാ ഗവേഷണം. ഒരു പ്രൊഫഷനിൽ ഉൾപ്പെടുമ്പോൾ പ്രായോഗിക ഗവേഷണം നടത്തുന്നത് ഈ രംഗത്ത് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്ക് വേണ്ടി ഉള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായ പ്രവർത്തികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രായോഗികമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഗവേഷണങ്ങളാണ് ആക്ഷൻ റിസർച്ച് അഥവാ ഗവേഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത് ഇത്തരത്തിലുള്ള ഗവേഷണത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. അപ്പോൾ ഒരാൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള പരിമിതികൾ കണ്ടെത്തുന്നതിലൂടെ ആ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരുടെ വികസനവും ശാക്തീകരണവും സാധ്യമാക്കുന്നതിന് ഇത്തരം ഗവേഷണങ്ങൾ സഹായിക്കും. ഇപ്പോൾ ഒരു ഗവേഷണം നടത്തുന്ന ആർക്കും ആ മേഖലയിലുള്ള കൂടുതൽ ആളുകൾക്ക് സഹായകരമായ പുതിയ കണ്ടെത്തലുകൾ നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മുന്നിലുള്ള അനുഭവപ്പെടുന്ന അവരുടെ തൊഴിൽപരമായ മേഖലയിൽ അവർ നേരിടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അധ്യാപന മേഖലയിലാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഒരു പൊതു പ്രശ്നത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ മുഴുവൻ സഹപ്രവർത്തകരിലേക്കും സമാന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലേക്കും പങ്കുവെക്കുന്നതിന് ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് സഹായിക്കുന്നു. ഈ ഗവേഷണത്തിന് 7 ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഒരു ഫോക്കസ് ആശയം തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം അതിനു പിന്നിലുള്ള സിദ്ധാന്തങ്ങൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഗവേഷണ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം ഡാറ്റ കളക്ഷൻ അഥവാ വിവരശേഖരണം. 5 ഡാറ്റ അനലൈസിസ് വിശകലനം, ശേഖരിച്ച വിവരങ്ങളുടെ വിശകലനം. അടുത്ത ഘട്ടം ഫലങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഗവേഷണത്തിൻ്റെ അടിസ്ഥാന നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ പ്രവർത്തന സമയത്തിനിടയ്ക്ക് വിഷയങ്ങൾ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കുന്ന ചില പ്രതിപ്രവർത്തനങ്ങൾ കാണാം. അവിടെയാണ് ഗവേഷണം ആരംഭിക്കുന്നത്. ഉദാഹരണമായി എപ്പോഴും ഒരു അധ്യാപകൻ്റെ ജോലിയുടെ ഫോക്കസ് അതിൻ്റെ വിജയവും അതിലൂടെ ഉണ്ടാകുന്ന സംതൃപ്തിയുമായിരിക്കും. അപ്പോഴാണ് തൊഴിൽ വിലമതിക്കപ്പെടുന്ന ഒന്നായി മാറുന്നത്. ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെയോ രൂപപ്പെടുന്നതിലൂടെയോ ഗവേഷണത്തിൻ്റെ ഫോക്കസ് തീരുമാനിക്കപ്പെടാം. അധ്യാപകനാണെങ്കിൽ അധ്യാപനത്തിൻ്റെയോ ലഭിച്ച പരിശീലനത്തിൻ്റെയോ അല്ലെങ്കിൽ പഠന പ്രക്രിയയുടെയോ ഏത് ഘടകമാണ് അന്വേഷിക്കേണ്ടത് എന്ന് തിരിച്ചറിയപ്പെടുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഗവേഷണവും അതിൻ്റെ സിദ്ധാന്തങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവേഷകൻ ശ്രദ്ധയൂന്നാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, താത്വികമായ സമീപനങ്ങൾ എന്നിവയെല്ലാം തിരിച്ചറിയേണ്ടത് ഈ ആക്ഷൻ റിസർച്ചിന് അത്യാവശ്യമാണ്. ഉദാഹരണമായി ക്ലാസ് മുറിയിലെ കുട്ടികളുടെ വ്യവഹാരങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല എന്ന് അധ്യാപകന് ആശങ്കയുണ്ടെങ്കിൽ ശിക്ഷകളും അതുപോലെ തന്നെ പ്രബലനങ്ങളും പ്രയോഗിച്ച് സ്വഭാവ വികലഫലങ്ങൾ ഉയർത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് എന്ത് തന്ത്രമായിരിക്കും പ്രായോഗികമാക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതിന് ഇത്തരം ഗവേഷണങ്ങൾ സഹായിക്കുന്നു. ഏത് തരത്തിൽ വിദ്യാർത്ഥിയെ സഹായിക്കാമെന്ന് ആലോചിക്കുന്നിടത്ത് പഠനം ആരംഭിക്കുന്നു. ഒരു ഫോക്കസ് ഏരിയ തിരഞ്ഞെടുക്കുന്നത് ഗവേഷകന്റെ കാഴ്ചപ്പാടുകളും ആവശ്യങ്ങളും ഉന്നയിച്ചായിരിക്കും. ഒരു പ്രൊഫഷണലിൽ ഏർപ്പെടുമ്പോൾ അത് നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായും ആ പ്രൊഫഷണലിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ശാസ്ത്രീയ രീതികളിലൂടെ കണ്ടെത്തി അന്വേഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താനുമുള്ള ഒരു ഗവേഷണ രീതിയാണ് ആക്ഷൻ റിസർച്ച് അഥവാ ഗവേഷണം. ഇതിൻ്റെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് അത് പ്രയുക്ത ഗവേഷണത്തിൽ പെടുന്നതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം സ്വാഭാവിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ളതാണ് ഗവേഷണം. സങ്കീർണതകൾ ഒഴിവാക്കി ലളിതമായി ചെയ്തു തീർക്കാവുന്ന ഗവേഷണമാണിത്. ഇതൊരു തൊഴിൽപരമായ ഇടപെടൽ ഗവേഷണമാണ്. ഗവേഷണം പൂർത്തിയാക്കപ്പെടുന്നതോടെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ പരിഹാരം സാധ്യമാകുന്നു എന്നുള്ളതും ഇതിൻ്റെ മുഖ്യ സവിശേഷതയാണ്. ഒരു ഗവേഷണത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ: 1. ഗവേഷണ പ്രശ്നം കണ്ടെത്തുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. 2. പ്രവർത്തന പദ്ധതി തയ്യാറാക്കുക. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഗവേഷണം പൂർത്തിയാക്കാൻ ആവശ്യമായ പ്രവർത്തന പരിപാടി, ഡാറ്റ കളക്ഷൻ, അതിൻ്റെ ക്രോഡീകരണം എന്നിവ നടക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ദത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കൽ, അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അടുത്ത ഘട്ടം പ്രവർത്തനത്തിൻ്റെ വിശകലനവും ക്രോഡീകരണവും. അടുത്ത ഘട്ടം ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ തന്ത്രങ്ങളാണോ
ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ പരികൽപ്പനകളും അതിൻ്റെ ഫലങ്ങളും തയ്യാറാക്കുന്നു. ഇപ്പോൾ ക്രിയാ ഗവേഷണത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച നിഗമനങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും പ്രയോഗിച്ച് അതിൻ്റെ സാധ്യത ഉറപ്പുവരുത്തണം. ഉപയോഗയോഗ്യമായ രീതിയിൽ അതിനെ പിന്നീട് റിപ്പോർട്ടാക്കി മാറ്റുകയും വേണം. ക്രിയാ ഗവേഷണ റിപ്പോർട്ടിൽ ശുദ്ധ ഗവേഷണത്തിനു സമാനമായ ഒരു മാതൃകയിൽ വേണം അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന് ക്രിയാ ഗവേഷണ ശീർഷകം, ഗവേഷണം ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം, പരികൽപ്പനകൾ, പഠനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പരിമിതികൾ, ഏറ്റെടുത്ത പ്രവർത്തന പരിധി, എത്തിച്ചേർന്ന നിഗമനങ്ങൾ, അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നീ രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ട 2 തരം ഗവേഷണ രീതികളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. ഗുണാത്മക ഗവേഷണ രീതികളും ഗണാത്മക ഗവേഷണ രീതികളും. അപ്പോൾ അതിലാദ്യം നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ സാമൂഹിക ഗവേഷണത്തിൽ വ്യക്തി പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനമാണ് കേസ് സ്റ്റഡി അഥവാ ഏക വ്യക്തി പഠനം എന്ന് പറയുന്നത്. ഇവിടെ കേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ സംഭവമോ സന്ദർഭമോ ആകാം. ഒരു സോഷ്യൽ യൂണിറ്റിന് മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ നിന്ന് കൂടുതലോ കുറവോ ഉള്ള ഒന്നിനെ പഠിക്കുന്ന സമീപനത്തെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ സ്ഥിതി വിവര കണക്കിനല്ല കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പൊതുവായതും പ്രധാനപ്പെട്ടതുമെന്ന് കരുതുന്നവയിൽ പരിമിതമായി അനുഭവപ്പെടുന്ന സ്വഭാവ സവിശേഷതകളുടെ ആഴത്തിലുള്ള വിശദവും സ്വതന്ത്രമായ ഒരു വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡിയിൽ നടക്കുന്നത്. താരതമ്യ രൂപകൽപ്പനയിൽ ഒരൊറ്റ കേസിനെ ആഴത്തിൽ പഠിക്കുകയും അതിലെ പല യൂണിറ്റുകളിൽ കുറഞ്ഞ എണ്ണം പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗവേഷണ രീതിയുടെ പ്രത്യേകത. സാമൂഹിക ഗവേഷണ രംഗത്തുള്ളവർക്ക് സാമൂഹിക ഘടനയെയും അതിൽ വരുന്ന മാറ്റങ്ങളെയും അറിയാനുള്ള ആഗ്രഹം സ്വാഭാവികമായും ഉണ്ടാകാം. ഏതൊരു സാമൂഹിക സംവിധാനവും ശാസ്ത്രീയ അന്വേഷണത്തിന് സാധ്യതയുള്ളതാണ്. സാമൂഹിക വിഷയങ്ങളുടെയും സാമൂഹിക സാഹചര്യങ്ങളുടെയും വൈവിധ്യം ഗവേഷണത്തിൻ്റെ വിഷയമാണ്. സാമൂഹ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഗവേഷണ രൂപകൽപ്പന അഥവാ റിസർച്ച് ഡിസൈനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏക വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി. വിശ്വാസങ്ങൾ, അനുഭവങ്ങൾ, മനോഭാവം, പെരുമാറ്റം, ഇടപെടലുകൾ ഇവയെല്ലാം അന്വേഷിച്ചറിയാൻ ഈ ഗുണാത്മക ഗവേഷണ രീതി നമ്മൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നു. ഇവിടെ ഡാറ്റ സ്കോറുകളുടെ അടിസ്ഥാനത്തിലല്ല ശേഖരിക്കുന്നത്. പിന്നെ ഇൻ്റർവെൻഷൻ പഠനങ്ങളിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സംയോജിപ്പിക്കൽ ഒരു ഗവേഷണ തന്ത്രമായി ഉപയോഗിക്കുന്നു. വിവിധ തരത്തിലുള്ള മേഖലകളിൽ ഇത്തരം ഗവേഷണ രീതികൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നു. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ പഠനവിധേയമാക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഗുണാത്മകമായ ഗവേഷണം സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുന്നതിനും സാമൂഹിക ക്രമത്തെ വിശദീകരിക്കുന്നതിനും വിവരണാത്മക മാതൃക വികസിപ്പിക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്നു. സാമൂഹ്യശാസ്ത്രങ്ങളുടെ സൈദ്ധാന്തികമായ അടിത്തറ അതിന് ഉണ്ടാക്കുന്നതിനും പുനർവിചിന്തനത്തിന് വിധേയമാക്കുന്നതിനുള്ള പ്രാഥമികമായ വഴിയാണ് ഗുണാത്മകമായ ഗവേഷണം. ഗുണാത്മക ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന ഡാറ്റ പലപ്പോഴും ടെക്സ്റ്റ്, വീഡിയോ, ഓഡിയോ എന്നിവയാകാം. ആശയങ്ങളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും മനസ്സിലാക്കുന്നതിനാണ് ഇത്തരം ഡാറ്റ പൊതുവെ ഉപയോഗിക്കുന്നത്. ഒരു സാമൂഹിക പ്രശ്നത്തിലെ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും അതിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും കൂടുതൽ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കുന്നതിനും ഇത് പ്രയോജനപ്പെടുത്തുന്നു. പത്രത്തിൽ ഏറെ പ്രയോജനകരമായ ഒന്നാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് അഥവാ ഗണാത്മക ഗവേഷണത്തെക്കുറിച്ച് വേണം അറിയാനായിട്ട്. ഇവിടെ ഡാറ്റ ശേഖരിക്കുന്നത് സ്കോറുകളുടെ രൂപത്തിലാണ്. ഇങ്ങനെ സംഖ്യാപരമായ ഡാറ്റകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ പലപ്പോഴും നടക്കുന്നത്. ചില പാറ്റേണുകളും ശരാശരിയും ശതമാനവും കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങൾ നടത്താനും കാര്യകാരണ ബന്ധങ്ങൾ നിരീക്ഷിക്കാനും ഫലങ്ങൾ വിപുലമായ ജനസംഖ്യയിലേക്ക് സാമാന്യവൽക്കരിക്കാനും ഇത്തരം ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. ഒരു സമൂഹത്തെ സംബന്ധിച്ച് സാമാന്യവൽക്കരിച്ച പ്രസ്താവനകൾ ഉണ്ടാകുന്നത്
ഗുണാത്മക ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായും 4 തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണ രീതികളാണ് ഉള്ളത്. ഒന്ന് വിവരണാത്മകമായ ഗവേഷണം അഥവാ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, പരസ്പര ബന്ധം വിശകലനം ചെയ്യുന്ന രീതിയായിട്ടുള്ള കോറിലേഷണൽ സ്റ്റഡി, കാര്യകാരണ താരതമ്യ പഠനം അഥവാ കോസൽ കമ്പാരേറ്റീവ് സ്റ്റഡി, അല്ലെങ്കിൽ ഭാഗിക പരീക്ഷണാത്മക ഗവേഷണം അഥവാ കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇത്തരത്തിലെ വിവിധ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ പരീക്ഷണാത്മക ഗവേഷണം അഥവാ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇവ വേരിയബിളുകൾക്കിടയിൽ കാര്യകാരണ ഫലബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള രൂപകൽപ്പന യഥാർത്ഥ പരീക്ഷണങ്ങളുമായി വളരെ സാദൃശ്യമുള്ളവയാണ്. അപ്പോൾ ഈ 2 തരം ഗവേഷണ രീതികൾ, ക്വാളിറ്റേറ്റീവ് ഗവേഷണ രീതികളും ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷണ രീതികളും സമൂഹശാസ്ത്ര പഠനത്തിൽ, പ്രത്യേകിച്ച് സമൂഹശാസ്ത്ര ഗവേഷണങ്ങളിൽ വളരെ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഗുണ സ്വഭാവ സവിശേഷതകൾ, ക്വാളിറ്റി ഫീച്ചേഴ്സ്, പഠനവിധേയമാക്കുന്ന വിഷയത്തിൻ്റെ ക്വാളിറ്റി ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടും പഠനവിധേയമാക്കുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാകട്ടെ അതിൻ്റെ അളവ് എത്രമാത്രം വരുന്നു, ഹൗ മച്ച് നമ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആകുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ ദർശനപരമായ കാര്യത്തിലാണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ അതിൻ്റെ പ്രതിഭാസം ശാസ്ത്രം അല്ലെങ്കിൽ പ്രതിഭാസ ശാസ്ത്രം, ഫിനോമിനോളജിയാണ് പ്രധാനമായിട്ടും പഠനവിധേയമാക്കുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാകട്ടെ പോസിറ്റിവിസം, അതിൻ്റെ വാസ്തവികത എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. മെത്തേഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്തനോഗ്രാഫി നിരീക്ഷണം ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ പരീക്ഷണം പരസ്പര ബന്ധം കണ്ടെത്തിക്കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് കോറിലേഷൻ മെത്തേഡാണ് കൂടുതലായും ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യപരമായ കാര്യങ്ങളിലും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഗവേഷണം നടത്തുന്ന ഒരു രീതിയാണ് അതിൽ നമ്മൾക്ക് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുമ്പോൾ പ്രവചനം, പരികൽപ്പനയുടെ പരിശോധന, സാമാന്യവൽക്കരണ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. ഇനി ഡിസൈൻ അഥവാ രൂപഘടനയുടെ കാര്യത്തിലാണെങ്കിലും 2 ഗവേഷണ രീതികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ അയവുള്ളതും പൊതുഘടന വികസിപ്പിക്കാവുന്നതുമായിട്ടുള്ള കുറച്ച് ഫ്ലെക്സിബിൾ ആൻഡ് എമർജിങ് ആയിട്ടുള്ള രൂപകൽപ്പനകളാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാകട്ടെ സുസംഘടിതവും മുൻകൂട്ടി തീരുമാനിച്ചുറച്ചതുമായ സ്ട്രക്ചേർഡ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് റിസർച്ച് ഡിസൈൻസ് ഉപയോഗിച്ചാണ് ഗവേഷണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. ഇനി സാമ്പിളിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ സംഖ്യ കുറഞ്ഞതും ഉദ്ദേശാധിഷ്ഠിതമായിട്ടുള്ള സ്മോൾ ആൻഡ് പർപ്പസ്ഫുൾ ആയ രീതിയിലാണ് സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ സംഖ്യ കൂടിയത് കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവമുള്ളത് ലാർജ് ആൻഡ് റാൻഡം റെപ്രസെൻറ്റേറ്റീവ് മെത്തേഡുകളാണ് അതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഈ ഡാറ്റ കളക്ഷൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങൾ രണ്ടിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിലാണെങ്കിൽ അഭിമുഖം, അതുപോലെ തന്നെ നിരീക്ഷണം, രേഖകളും ഓർമ്മക്കുറിപ്പുകൾ, സ്മാരകങ്ങൾ, അതുപോലെ തന്നെ ചോദ്യാവലികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നു, റേറ്റിംഗ് സ്കെയില്, അതുപോലെ തന്നെ ശോധകങ്ങൾ, അതുപോലെ ഇൻവെൻ്ററീസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ കളക്ഷൻ നടത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. വിശകലന രീതിയിലാണെങ്കിലും വ്യത്യാസമുണ്ടെന്ന് കാണാനായിട്ട് പറ്റും. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡാണ് പ്രധാനമായും ഉപയോഗിച്ച് വരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ അനലൈസിസ് പ്രധാനമായും നടത്തുന്നത്. ഇനി ഫൈൻഡിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ സമഗ്രമായി, അതുപോലെ തന്നെ കോംപ്രഹെൻസീവ്, സമഗ്രവും വിശദവുമായ വിവരണം, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള സംക്ഷിപ്തവും സംഖ്യകളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ക്രോഡീകരണവുമായിട്ടുള്ള ന്യൂമറിക്കൽ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പൊതുവെ അതിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ട് തയ്യാറാക്കി വരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിൽ പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാകുന്നതോടെ നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ പൂർത്തിയാകുകയാണ്.